ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യാറ്, എന്താണ് ചെയ്യാറെന്ന്. വലിയൊരു സംഭവം ഒന്നല്ല കേട്ടോ. ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യാറില്ല. എൻ്റെ അമ്മ തന്നെയാണ് അവളുടെ ബ്യൂട്ടീഷ്യൻ. എന്നുമല്ല, ഇടയ്ക്ക് അമ്മ തന്നെയാണ് മുടി തുമ്പ് വെട്ടിക്കൊടുക്കാറ്. ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇന്നേ വരെ അവളുടെ മുടി വെട്ടിക്കൊടുത്തിട്ടില്ല. ഇന്ന് വെട്ടണ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ നന്നായി, ഞങ്ങൾ കുളിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഓർമ്മ വന്ന്, അവൾ കുളിക്കാൻ എണ്ണീച്ചിട്ട് കുളിപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ തുമ്പ് വെട്ടിയിട്ടില്ലല്ലോ, കുറേ വിചാരിക്കണമെന്ന്. അപ്പോൾ അമ്മ മുടിയൊക്കെ നന്നായി വേറെടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ വേദം അവിടെ നിൽക്കേണ്ട, അതാണ് ചിരിക്കുന്നത്. നന്നായി വേറെടുത്ത് കൊടുക്കുക, ജടയൊന്നും പാടില്ല. പിന്നെ പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾക്കറിയുന്ന രീതിയിൽ വെട്ടി കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അമ്മ രണ്ട് സൈഡ് നന്നായി വേറെടുത്ത് കൊടുത്തു. പിന്നെ ചിലർ പറയും മുടി ഇത്ര എന്തിനേ ഈ പ്രായത്തിൽ വെട്ടണമെന്നൊക്കെ ചോദിക്കട്ടെ ചിലർ. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വളർത്തുന്നവർക്ക് വളർത്താം, വെട്ടേണ്ടവർക്ക് വെട്ടാം, ക്രോപ്പ് ചെയ്യേണ്ടവർക്ക് ക്രോപ്പ് ചെയ്തിട്ട് ഇതാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഈ ബേബി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ളത് ആൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവളിങ്ങനെ നോക്കുന്നത്, അവളും അമ്മയും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതാണ് ഇപ്പോൾ അവർ അങ്ങോട്ടേക്ക് നോക്കിയിരുന്ന് സംസാരിക്കുന്നത്. അത് ഞാൻ കാട്ടിയില്ല കേട്ടോ. നമ്മുടെ വേദുവിൻ്റെ ഫ്രണ്ട് ഫൈഹയുടെ ഉമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ അത് നന്നായി വേറെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എണ്ണ തേച്ച് കൊടുത്തു. പിന്നെ എപ്പോഴൊന്നും എണ്ണ തേക്കില്ല, കാരണം അവൾക്ക് ചുമയും കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ എണ്ണ തേക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ മുടി വെട്ടേണ്ടവർക്ക് വെട്ടാം, വളർത്തേണ്ടവർക്ക് വളർത്താം. ഈ വളർത്തണം എന്നുള്ളവർക്കാണെങ്കിൽ മുടി നന്നായി സൂക്ഷിക്കും എന്നുള്ള പാരൻസ് മാത്രം വളർത്തിയാൽ മതി. ചിലർ ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ കൊണ്ടും കുട്ടികളുടെ മുടി ശ്രദ്ധിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വളർത്താതിരിക്കുക തന്നെയാണ് നല്ലത്. ഇതെന്ന് പറയാൻ ഇപ്പോൾ അവളുടെ മുടി ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. പിന്നെ അവൾക്ക് വെട്ടുന്നതും ഇഷ്ടമല്ല. അപ്പോൾ അതാ മുടിയൊക്കെ ഒന്ന് ബാക്കിക്ക് ഇട്ടു, നന്നായി ചീന്തി കൊടുത്തു. നന്നായി ചീന്തിയിട്ട് പിന്നെ അമ്മ അങ്ങനെ ഒന്ന് ഒപ്പം ലെവലാക്കിയിട്ട് ഒന്നിങ്ങനെ കറക്റ്റ് ഇതാക്കിയിട്ട് തുമ്പ് വെട്ടുക, അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അത്രയേ ഉള്ളൂ. തുമ്പ് അങ്ങനെ അങ്ങോട്ട് വെട്ടിക്കൊടുക്കുക, കുറച്ച് നല്ല കയറ്റിയിട്ടൊന്നും വെട്ടി കൊടുത്തിട്ടില്ല. അപ്പോൾ അവൾ പറയായിരുന്നു അധികമൊന്നും വെട്ടണ്ട, കുറച്ച് വെട്ടിയാൽ മതിയെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് തന്നെ വെട്ടുള്ളൂ, തുമ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവളുടെ മുടി ഞാൻ ഉണങ്ങാത്ത കാരണം ജസ്റ്റ് ഇങ്ങനെ കുതിരവാല് പോലെ കെട്ടിക്കൊടുത്തപ്പോൾ ഹോസ്പിറ്റലിൽ നേഴ്സ് ഞങ്ങളോട് പറഞ്ഞു, മോളെ എന്നോട് കേട്ടോ, മോളെ കുട്ടിയുടെ മുടി ഒന്നെങ്കിൽ പിന്നിട്ടിട്ട് മടക്കി കൊടുക്കുമെന്ന്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ മടക്കി കൊടുത്താൽ ഇടയ്ക്ക് അവൾ പറയും അങ്ങനെ വേണ്ടാന്ന്. പിന്നെ ഞാൻ ഉണങ്ങാത്ത കാരണമാണ് അങ്ങനെ ചെയ്യാഞ്ഞത്. അപ്പോൾ എല്ലാവരും പുറത്തു പോകുമ്പോൾ പറയും ഒരിക്കലും കുട്ടിയുടെ മുടി പരത്തി ഇങ്ങനെ ഇടരുത്, എപ്പോഴും മടക്കിയിട്ട് മുടി മുടഞ്ഞിട്ട് മടക്കി കെട്ടിക്കൊടുക്കണം എന്നാണ് കേട്ടോ എല്ലാവരും പറയാറ്. ഞാനിനി അങ്ങനെ തന്നെയാണ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എങ്ങനെ ചെയ്യാറ്. അപ്പോൾ അമ്മതാ മുടി അങ്ങനെ ഒപ്പാക്കിയിട്ട് തുമ്പ് വെട്ടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ ബ്യൂട്ടീഷ്യനാണിത് അമ്മ. ചില വീട്ടുകളിലൊക്കെ ഉണ്ടാവില്ലേ അമ്മമാരും അച്ഛന്മാരൊക്കെ ആയിരിക്കും മുടി വെട്ടി കൊടുക്കുക. അപ്പോൾ അവൾ എത്ര വെട്ടിയെന്നാച്ചാൽ നോക്കണത്. അവൾക്കൊരു എക്സൈറ്റ്മെൻറ്റാണ്, എത്ര വെട്ടിയോ എന്നുള്ളൊരു ഭാവമാണ് ഞങ്ങൾ മുഖത്ത് കാണുന്നത്. ഞാൻ പറഞ്ഞു അത്രയ്ക്കൊന്നും ഭാവം എടുക്കണ്ട, കുറച്ച് തന്നെ വെട്ടിയുള്ളൂ. പിന്നെ നമ്മളെല്ലാം ഒപ്പാക്കിയിട്ടും നമുക്ക് പറ്റണ പോലെ ഒരു തുമ്പ് വെട്ടി കൊടുത്തു, അത്ര തന്നെ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നെ ഇനി നല്ല ഹെയർ കെയർ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വല്ല ടിപ്സൊക്കെ അറിയാമെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഞങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എന്താ മുടി ഇപ്പോൾ ഇതാ കണ്ടോ, ഒന്ന് വെട്ടിയപ്പോൾ നല്ല രസമായിട്ടോ. വേണമെങ്കിൽ ഒന്നുകൂടി കയറ്റി വെട്ടാം കേട്ടോ, വളർന്നോന്നും വേണമെങ്കിൽ കയറ്റി വെട്ടാം. അവൾ ഇതിങ്ങനെ പറയുന്നത് എന്താ വേണ്ട അമ്മേ കുഴിച്ചിട്ടാലോ എന്ന്. കണക്കത്തെ വട്ടിട്ട് ബേബി ചോദിച്ചു, മുടി കുഴിച്ചിടാവേ എന്നൊക്കെ പറയണ്ടത്, ഒന്നും ചെയ്യണ്ട പറഞ്ഞു. അപ്പോൾ അവളുടെ മുടി വെട്ടിയത് ഇങ്ങനെ പറയുക കേട്ടോ, സങ്കടം ഉണ്ട് ഒക്കെയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എപ്പോഴും വെട്ടണതല്ലേ തുമ്പ്, പിന്നെ ഇപ്പം എന്തത്ര സങ്കടം, മുടിയൊക്കെ എന്തായാലും വളർന്നോളും. വളരേണ്ട മുടിയാണെങ്കിൽ അത് എങ്ങനെയായാലും വളർന്നോളും. ഇപ്പോൾ അവൾ കാട്ടിത്തരിക കേട്ടോ ഇത്രയാണ് വെട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ വെയിലുണ്ടായിരുന്നു, അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിക്കണത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു ഹെയർ കട്ട് വീഡിയോ. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഹെയർ ട്രിം ചെയ്യണ വീഡിയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ ഞാൻ പറയണോ എങ്ങനെയാണ് വീട്ടിൽ മുടി അവൾക്ക് വെട്ടിക്കൊടുക്കാറ്. അമ്മ എപ്പോഴും തുമ്പ് വെട്ടിക്കൊടുക്കും. എൻ്റെ മുടിയാണെങ്കിലും എൻ്റെ അമ്മ തന്നെയാണ് തുമ്പ് വെട്ടിത്തരാറ് കേട്ടോ. വേറെ എവിടെയും ഞങ്ങൾ പോകാറില്ല. ഞാനിപ്പോഴാണ് എന്നാൽ പിന്നെയും ബ്യൂട്ടി പാർലർ ചെന്നിട്ട് ഒരു വട്ടം മുടി ഒന്ന് സ്ട്രൈറ്റൻ പോലെ ചെയ്തിട്ടുള്ളത്.
അല്ലാണ്ട് ഞാനും ബ്യൂട്ടി പാർലർ പോയിട്ട് മുടിയിലൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല, മുഖത്തൊന്നും ചെയ്യില്ല, ആകെ ത്രെഡ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു മോണിറ്റൈസേഷൻ ആയോ എന്ന്. ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ബൈ.